ഓൾ വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് ആണ്. സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്, ഒരു ടോപ്പിക്കുമാണ്. സോ എന്താണ് റിസർച്ച്? റിസർച്ച് അൺനോൺ ആയ കാര്യം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡിസ്കവറിങ് ന്യൂ നോളജ്, അല്ലെങ്കിൽ ഫാക്ട് വെരിഫൈ ചെയ്യുക, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, പുതിയ തിയറി കൊണ്ടുവരിക എന്നുള്ളതാണ്. വെറുതെ പോയി നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ആ റിസർച്ചിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ റിസർച്ച് ഏത് രീതിയിലായിരിക്കണം, ഡേറ്റ ഡ്രിവൺ ആണോ, നോൺ ഡേറ്റ ഡ്രിവൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിസർച്ച് ഫോളോ ചെയ്യുന്നത്? ലോജിക്കൽ അപ്രോച്ച് ആൻഡ് സ്ട്രക്ചേർഡ് ആണ്. അതായത് എല്ലാ റിസർച്ചും ഫോളോ ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ പ്രോട്ടോകോൾ ഉണ്ട്. അവിടെ ഒബ്സർവേഷൻസ്, എക്സ്പെരിമെന്റ്, ലോജിക്കൽ അനാലിസിസ് ബേസിലായിരിക്കും. അത് മാത്രമല്ല സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലം ആൻഡ് എക്സ്പാൻഡ് നോളജ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു റിസർച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ അറിയുക, അല്ലെങ്കിൽ നമുക്ക് ഉള്ള നോളജ് വെച്ച് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി മിക്കവാറും ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് ഒരു PhD കിട്ടുക, ഡോക്ടറേറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോ പണ്ടൊക്കെ അങ്ങനെയല്ല. ഒരു റിസർച്ച് ചിലപ്പോൾ 6 വർഷം എടുക്കും, 8 വർഷം എടുക്കും. ഈവൻ റിസർച്ച് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന തീരാത്ത ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പം പരസ്യമുണ്ട് 3 വർഷം കൊണ്ട് റിസർച്ച് PhD എടുക്കാം എന്നൊക്കെ പറയുന്ന പോലെ. സോ സയൻസ്, മെഡിസിൻ, ബിസിനസ്, സോഷ്യൽ സയൻസിലൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു ഗുഡ് റിസർച്ച് എങ്ങനെയായിരിക്കണം? എംപെരിക്കൽ ആയിരിക്കണം. റിയൽ വേൾഡ് ഒബ്സർവേഷനും എക്സ്പെരിമെന്റ്സും ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ലോജിക്കൽ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ലോജിക്കൽ ആയിരിക്കണം. അത് വാലിഡ് ആർഗ്യുമെന്റ്സിനൊക്കെ റീസൺ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് ഇന്ന കാരണം കൊണ്ടാണ്. ഇപ്പൊ COVID-19 ഒരു പ്രശ്നമായിരുന്നു, അതുകൊണ്ട് ഞാൻ COVID-19 വാക്സിനിലാണ് എന്റെ റിസർച്ച് നടത്തി എന്ന് പറയുന്ന പോലെ. അതിന് സൈക്ലിക് ആയിരിക്കണം. അതായത് എവിടെ നിന്നാണോ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് തന്നെ ആയിരിക്കണം ആ റിസർച്ച് ഫോളോ ചെയ്യേണ്ടത്. അല്ലാണ്ട് ശങ്കരൻ തെങ്ങിന്റെ മേലെ എന്ന് പറയുന്ന പോലെ എടാ നീ എവിടെ പോവാ എന്ന് പറയുമ്പം ഞാൻ ഇന്നലെ പൊറോട്ടയും ബീഫും കഴിച്ചു എന്നല്ല പറയേണ്ടത് കേട്ടോ. ആൻഡ് ക്രിട്ടിക്കൽ ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, റെപ്ലിക്കബിൾ ആയിരിക്കണം. ഇത് ഫ്യൂച്ചർ സ്റ്റഡീസിനും അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ മറ്റുള്ള സ്റ്റഡീസും ഒക്കെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഈ ടൈപ്പ് ഓഫ് റിസർച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. സോ ഇവിടെ മിക്കവാറും ആൾക്കാർ ക്വാണ്ടിറ്റേറ്റീവ് എന്താ, ക്വാളിറ്റേറ്റീവ് എന്താന്ന് അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ കുറെ പേഷ്യന്റ് നമ്മൾ എടുക്കുവാണ്. പേഷ്യൻസ് നമ്മൾ പുതിയൊരു മരുന്ന് ലോഞ്ച് ചെയ്തു. അപ്പം കുറച്ച് ആൾക്കാരോട് നമ്മൾ ചോദിക്കുവാണ്, നിങ്ങളുടെ വേദന അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേദന എന്നുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന രീതിയിൽ അളക്കൂ, അല്ലെങ്കിൽ അതനുസരിച്ച് പറയൂ എന്ന് പറയുവാണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. നിങ്ങൾക്ക് വേദന കൂടുതലാണോ കുറവാണോ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് ആണ്. സോ ന്യൂമറിക്കൽ ഡേറ്റ ഡ്രിവൺ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഗ്രാഫ്, ടേബിൾസ്, മാത്തമാറ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് നമ്മൾ ഒരാളുടെ ഇപ്പോൾ സർവേ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഡേറ്റ നമ്പർ വെച്ച് നമ്മൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ഇനി ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ ഒപ്പീനിയൻ, ഇന്റർവ്യൂ, എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേദന കുറവുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ. അവിടെ ന്യൂമറിക്കൽ ഒന്നുമില്ല, അവിടെ എസ്റ്റാബ്ലിഷിംഗ് ഒന്നുമില്ല. മറ്റത് 1 മുതൽ 10 വരെ എത്ര നമ്പർ വരും അങ്ങനെയൊക്കെ ചോദിക്കുന്ന പോലെ. ഇനി നമുക്ക് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. അതായത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ ആകാം, ഒരു ഫിനോമിനെ ആകാം. ഇവിടെ മിക്കവാറും ആൻസർ ചെയ്യുന്നത് വാട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വൈ ക്വസ്റ്റിനെ പറ്റി അല്ല ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കുറച്ച് ഡയബറ്റിക് പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനെ പറ്റി പറയുന്നത് പോലെ. ഇനി അനലിറ്റിക്കൽ റിസർച്ച് ആണെങ്കിൽ ഇവിടെ പേര് പറയുന്ന പോലെ തന്നെ ഇവാലുവേഷൻ ആണ് കേട്ടോ. ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി നമുക്ക് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്തും ഇന്റർപ്രറ്റ് ചെയ്തും നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പൊ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇതെല്ലാം അനലിറ്റിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടാണ്. അനലൈസിംഗ് ഡേറ്റ ഫ്രം പ്രീവിയസ് ക്ലിനിക്കൽ ട്രയൽ ടു ഫൈൻഡ് എ കോറിലേഷൻ ബിറ്റ്വീൻ ഡ്രഗ് ഡോസ് ആൻഡ് പേഷ്യന്റ് റിക്കവറി റേറ്റ്. അതായത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ക്ലിനിക്കൽ ട്രയൽസ് വെച്ചിട്ട് നമ്മൾ ഡ്രഗ് ഫോർമുലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡ്രഗ് നമ്മൾ മാർക്കറ്റ് ഇറക്കുമ്പോഴും നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കും, അതിന്റെ പ്രൊഫൈൽ ഇങ്ങനെയായിരുന്നു, അപ്പോൾ ഈ ഡ്രഗ് ഇങ്ങനെ തന്നെയാണ് വരിക എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഈ ഒരു കൈൻഡ് ഓഫ് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് ഒക്കെ പോലെ തന്നെ കേട്ടോ. ഇനി അപ്ലൈഡ് റിസർച്ച് ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക, അത് സോൾവിങ് റിയൽ വേൾഡ് പ്രോബ്ലം എന്നുള്ളതാണ്. മെഡിസിൻ, ബിസിനസ്, ടെക്നോളജിയിലൊക്കെയാണ്. ഇപ്പൊ ബേസിക്കലി വാക്സിൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അപ്ലൈഡ് റിസർച്ചിലാണ്. നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യം, ഇപ്പൊ കോവിഡ് വാക്സിൻ വന്നു, നമ്മൾ എന്ത് ചെയ്തു, എടുത്തു എന്നുള്ളത് അപ്ലൈഡ് റിസർച്ച് ആണ്. ആൻഡ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് വെച്ചാൽ ബേസിക് ആണ്. അതായത്
ഇൻക്രീസ് നോളജ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ. അതായത് പെട്ടെന്ന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യില്ല, അത് പയ്യൊക്കെ നോക്കി നമ്മൾ തിയറിയും പ്രിൻസിപ്പിളും ഒക്കെ ഫോക്കസ് ചെയ്ത് പയ്യാണ് നമ്മളത് അതിനെ പറ്റിയിട്ട് കാര്യങ്ങളും എല്ലാം ബേസിക് റിസർച്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിനെ സ്റ്റഡിങ് ഹൗ വൈറസ് മ്യൂട്ടേറ്റ് ഓവർ ടൈം, അതായത് എങ്ങനെയാണ് ഒരു വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തു എന്നതിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ അതൊരു ലോങ് റിസർച്ച് ആണ്. സോ ബേസിക് മുതലേ നമ്മൾ പഠിക്കണം, ഹിസ്റ്ററി മുതൽ നോക്കി കറണ്ട് ട്രെൻഡ്സുകൾ നോക്കി അങ്ങനെയൊക്കെ. ഇനി എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ നമ്മൾ ഇവിടെ പുതിയ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ഹൈപ്പോത്തസിസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ലിറ്റിൽ ഇൻഫർമേഷൻസ് അവൈലബിൾ എബൌട്ട് എ ടോപ്പിക്. നമുക്കൊന്നും അറിയില്ല, കുറച്ച് ഇൻഫർമേഷൻ അറിയുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ തന്നെ ഇടയ്ക്ക് സ്പ്ലീൻ റിമൂവൽ സർജറി ചെയ്താൽ HIV നെഗറ്റീവ് ആകും എന്നൊരു വന്നിരുന്നു, അല്ലെങ്കിൽ ART കൊടുത്ത് 3 പേഷ്യൻസ് ഓളം വേൾഡിൽ തന്നെ അവർ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ നെഗറ്റീവ് ആയി? അപ്പം ലിറ്റിൽ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, അതെങ്ങനെയാണ് നമുക്ക് കണ്ടക്ട് ചെയ്യുക, അങ്ങനത്തെ പോലെ. ഇനി കൺക്ലൂസീവ് റിസർച്ച് ആണ്. ഡെഫിനറ്റ് ദ ഫൈനൽ ആൻസർ യൂസിങ് സ്ട്രക്ചേർഡ് റിസർച്ച് മെത്തേഡ്. കണ്ടോ, ഡിഫറെന്റ് ആൻഡ് ഫൈനൽ ആൻസർ ആണ്, കൺക്ലൂസീവ് ആണ്, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് പോലെ. ഡിസിഷൻ മേക്കിംഗ് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റിസർച്ച് ആണ് കൺക്ലൂസീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. സോ ഇപ്പോൾ എക്സാമ്പിൾ ക്ലിനിക്കൽ ട്രയൽ ഫൈനൽ ഫേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രഗ് നമ്മൾ റിലീസ് ചെയ്യില്ല. ഫൈനൽ ഫേസ് വെച്ച് നമുക്ക് ക്ലിനിക്കൽ ട്രയൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രഗ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും എന്നതുപോലെ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച്. റിസർച്ച് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഡേറ്റ കളക്ട് ഫസ്റ്റ് ഹാൻഡ് ത്രൂ ഡിറക്ട് മെത്തേഡ് ലൈക് സർവേ, ഇന്റർവ്യൂ, എക്സ്പെരിമെന്റ്സ് ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ദി പ്രൈമറി റിസർച്ച്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് പ്രൈമറി റിസർച്ച് എന്നുള്ളത്. സർവേയും ഇന്റർവ്യൂവും എക്സ്പെരിമെന്റ്സും ഒക്കെ ചെയ്യുന്ന ഏതാണ്, ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ, ക്വാളിറ്റി. ആൻഡ് സെക്കൻഡറി റിസർച്ച് ആണെങ്കിലോ എക്സിസ്റ്റിംഗ് സോഴ്സ് വെച്ച്, ഇപ്പൊ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ ഓൾറെഡി ഡേറ്റ വെച്ച് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ബുക്ക്, ജേർണൽസ്, ഗവൺമെന്റ് റിപ്പോർട്ട്, ഓൺലൈൻ ഡേറ്റാബേസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രൈമറി, ഇതിൽ ഏതൊക്കെയാണ് സെക്കൻഡറി, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഏകദേശം ഐഡിയ കിട്ടി. ഇനി റിസർച്ചിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ടോട്ടലി 8 സ്റ്റെപ്സ് ആണ്, എളുപ്പമാണ്, ഒന്നുമില്ല. ഇത് കറക്റ്റ് മെത്തേഡിൽ പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫൈങ് എ റിസർച്ച് പ്രോബ്ലം. നമ്മൾ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കുക, അത് റിലവന്റ് ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം, നോവൽ ആയിരിക്കണം. അതായത് ഇത് ചെയ്യുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടാവണം, ഇല്ലെങ്കിൽ കമ്മിറ്റി ഒന്നും അപ്രൂവ് ചെയ്യത്തില്ല കേട്ടോ. സോ ഇനി എങ്ങനെയാണ് നമുക്ക് റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരുപാട് ലിറ്ററേച്ചറുകൾ റിവ്യൂ ചെയ്യാം, റിയൽ വേൾഡ് ഇഷ്യൂസ് നോക്കാം, ആൻഡ് കൺസൾട്ടിങ് എക്സ്പേർട്സ്, പ്രിലിമിനറി സർവീസ്. അതായത് നമുക്ക് നോക്കാം, ചുറ്റും നോക്കാം, ഇപ്പൊ എന്താ പ്രശ്നം, നമുക്ക് എന്താ കൂടുതലായിട്ട് പ്രശ്നം വരിക എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വരാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി റിവ്യൂയിങ് ഓഫ് ലിറ്ററേച്ചർ ആണ്. ക്വസ്റ്റ്യൻ എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്സുകൾ നോക്കുക, ജേർണൽസ് നോക്കുക, ആർട്ടിക്കിൾസ് നോക്കുക. അപ്പോൾ ഓൾറെഡി അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റിസർച്ച് ഒഴിവാക്കാനായിട്ട് പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ലിറ്ററേച്ചർ റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റുക? ആദ്യം നമ്മൾ റിലവൻറ്റ് സോഴ്സ് എടുക്കുക. നമുക്ക് വെറുതെ പോയി ലിറ്ററേച്ചർ എടുക്കുക എന്നുള്ളതല്ല, ഒരു റിലവൻറ്റ് സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മൾ കീ ഫൈൻഡിങ്സ് സമ്മറൈസ് ചെയ്യുക, ഗ്യാപ്പ് ഇൻ റിസർച്ച്. അതായത് ചില റിസർച്ചുകളിലൊക്കെ ചില ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. ഗ്യാപ്പ് ഇൻ ദ സെൻസ് എന്ന് വെച്ചാൽ ഒരു വേക്കം. ഇപ്പം റിസർച്ചുകൾക്ക് ചില സമയത്ത് എന്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല എന്ന് നമുക്കൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് എ ഗ്യാപ്പ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, റിസർച്ച് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അത് ഉത്തരം കണ്ടുപിടിച്ചാൽ ഓക്കെ ഫൈൻ, പക്ഷെ ഉത്തരം കണ്ടുപിടിക്കാൻ വരുന്നില്ല, എന്തുകൊണ്ടത് വന്നു, ഇങ്ങനെ വന്നുകൂടായിരുന്നോ എന്നൊരു ചോദ്യത്തിലേക്ക് സ്റ്റക്കായി പോവുകയാണെങ്കിൽ ദാറ്റ്സ് എ ബിഗ് ഡിഫിക്കൽട്ട് തിങ്. സോ സെറ്റിംഗ്സ് റിസർച്ച് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ആൻഡ് ഹൈപ്പോത്തസിസ് ആണ്. സോ റിസർച്ച് ക്വസ്റ്റ്യൻസ് വെക്കുക. സോ റിസർച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ വെക്കാം? ഒരു 15 വയസ്സായ കുട്ടിക്ക് പോലും വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റിസർച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ വെക്കേണ്ടത്. ക്ലിയർ ആയിരിക്കണം, ഡിഫൈൻഡ് ആയിരിക്കണം. ഇനി റിസർച്ച് ഒബ്സർവേഷൻ, ദ സ്പെസിഫിക് ഗോൾ ദ സ്റ്റഡി എയിം ടു അച്ചീവ്. സോ എപ്പോഴും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു, ഞാൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഉത്തരം കിട്ടണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോത്തസിസ് ആണ്, ഒരു ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഇന്നതാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം, ഇന്നതാണ് നമുക്ക് വരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ ചൂസിങ് ദ റിസർച്ച് ഡിസൈൻ. സോ നമുക്കൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവണം, നമുക്ക് ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ കാര്യങ്ങളിൽ ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരിക്കണം. ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ തന്നെ സർവേ ഉണ്ട്, എക്സ്പെരിമെന്റൽ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. സർവേ നിങ്ങൾക്ക് അറിയാം, ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. എക്സ്പെരിമെന്റ് ആണെങ്കിലോ നമ്മൾ കൺട്രോൾഡ് കണ്ടീഷനിൽ, ഇപ്പോൾ ലബോറട്ടറി കണ്ടീഷനിൽ ഒരു റൂമിനകത്ത് കുറച്ച് കുരങ്ങന്മാരെ പിടിച്ചിട്ട് നമ്മൾ കുറച്ച് എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെന്റ്സ് നടത്തുവാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് കൺട്രോൾഡ് കണ്ടീഷൻ എന്ന് പറയും. പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം റിസർച്ച് മാനിപ്പുലേറ്റ്
ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഒബ്സർവേഷനിലാണ്. ഒരു എന്താ ഇപ്പം എക്സാമ്പിൾ, ഇപ്പം കാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, അവർ പോലും അറിയാതെ ഒരു റിസർച്ചേഴ്സ് വന്ന് റിസർച്ച് നടത്തുന്ന രീതി, അവരുടെ ഡെയിലി ലൈഫ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അത് തന്നെയാണ് ഒബ്സർവേഷണൽ സ്റ്റഡീസ്. ഇനി സാമ്പിളിംഗ് ഡിസൈൻ ആണ്. സാമ്പിളിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് സ്മോൾ ഗ്രൂപ്പിൽ നിന്ന് ലാർജ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ വരെ എന്ത് ചെയ്യാറുണ്ട്, ഇത് പോവാറുണ്ട് എന്നുള്ളതാണ്. സോ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ് തന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. സോ ഈ പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി നിങ്ങൾ പഠിക്കും കേട്ടോ. സോ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെങ്കിൽ റാൻഡം സെലക്ഷൻ ആണ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ എടുക്കുന്നു, പിന്നെ അഞ്ചാമത്തെ ആൾ എടുക്കുന്നു, ആറാമത്തെ ആൾ എടുക്കുന്നു, അത് റാൻഡമിൽ എടുക്കുന്നു. നോൺ പ്രോബബിലിറ്റി ആണെങ്കിൽ ബേസ്ഡ് ഓൺ റിസർച്ച് ജഡ്ജ്മെന്റ്, ഇപ്പം പറയുവാണെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ബയാസ്ഡ് ആകാനുള്ള ചാൻസും മാനിപ്പുലേഷൻ നടക്കാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ചിലപ്പോൾ റിസർച്ചേഴ്സിന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും ഓക്കെ ഇത്ര ഹൈറ്റ് ഉള്ള, ഇത്ര വണ്ണമുള്ള, ഇത്ര പൊക്കമുള്ള ആൾക്കാരെ മതി എന്ന് പറയുന്നത് പോലെ കേട്ടോ. മറ്റത് അങ്ങനെയല്ല, അങ്ങനത്തെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ എഴുതാം കേട്ടോ. വേണമെങ്കിൽ 10 മാർക്ക് ചോദിക്കുവാണെങ്കിൽ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ എഴുതാം. കോമ്പറ്റേറ്റീവ് എക്സാംകാർ ഇത് മാത്രം നോക്കി പോയാൽ മതി. ഡേറ്റ കളക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി ആണെങ്കിലോ സർവേ, ഇന്റർവ്യൂ ഒക്കെ നടത്താം. സെക്കൻഡറി ആണെങ്കിൽ ഗവൺമെന്റ് റിപ്പോർട്ട്സ്, ബുക്ക്, ജേർണൽ ആർട്ടിക്കിൾസ്, ഡേറ്റാബേസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഡേറ്റ പ്രോസസിംഗ് ആൻഡ് അനാലിസിസ് ആണ്. ഓർഗനൈസിങ് ഡേറ്റ ടു ഡ്രോ കൺക്ലൂഷൻ. സോ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് വരുവാണ്. സോ ഇവിടെയാണ് എഡിറ്റിംഗ്, കോഡിംഗ് നടക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ലൈക്ക് എക്സൽ, SPSS പോലെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസും ടൂൾസും ഉണ്ട്. ഇവിടെ നമ്മൾ അനാലിസിസ്, ഡേറ്റ എല്ലാം കയ്യിൽ കിട്ടിയല്ലോ, നമ്മൾ സാമ്പിളിംഗ് ചെയ്തു, ഡേറ്റ കയ്യിൽ കിട്ടി, ലാസ്റ്റ് നമ്മൾ ഡേറ്റ വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെ സിമ്പിൾ ആണ്. അപ്പം ലാസ്റ്റ് വൺ ഈസ് എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ റിസർച്ച്. അപ്പം നമ്മൾ എന്താ കാര്യങ്ങൾ ചെയ്തു, 7 സ്റ്റെപ്പ് നമ്മൾ ചെയ്തല്ലേ, 7 സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്തു. 8 കീ സ്റ്റെപ്പാണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എത്തിക്കൽ കൺസിഡറേഷൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ത്രൂ ഔട്ട് എക്സ്പെരിമെന്റിലും അല്ലെങ്കിൽ ത്രൂ ഔട്ട് റിസർച്ചിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ബേസിക്കലി എത്തിക്കൽ കൺസിഡറേഷനിൽ ഇപ്പോൾ വോളണ്ടറി പാർട്ടിസിപ്പേഷൻ, നോ വൺ ഷുഡ് ബി ഫോഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. ആര് നമ്മൾ ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് പൈസ തരാം, അങ്ങനത്തെ പറയാൻ പാടില്ല. കൺസെന്റ് ഇൻഫോം ചെയ്യണം, അവരെ കൊണ്ടൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. റിസർച്ച് ചെയ്ത ആൾക്കൊക്കെ അറിയായിരിക്കും. കോൺഫിഡൻഷ്യാലിറ്റി, ഒരു കാരണവശാലും എടാ ഞാൻ ഇന്നൊരാളെ കണ്ടു, ഇന്നയാൾക്ക് ഇന്ന പ്രശ്നമാണെന്നൊക്കെ ഒന്നും പറയാൻ പാടില്ല. ഒരു പാർട്ടിസിപ്പന്റും ഹാം ഉണ്ടാവാൻ പാടില്ല. ഹോണസ്റ്റി ഉണ്ടാവണം, ഫാബ്രിക്കേറ്റോ കുക്ക്ഡപ്പ് സ്റ്റോറി ഒന്നും പാടില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് IRB, റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് വരുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എത്തിക്കൽ ഗൈഡ് ലൈൻസും എല്ലാം മെൻഷർ ചെയ്യുന്നത് ഈ IRB, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് ആയിരിക്കും. അവരാണ് ഈ സ്റ്റഡിയൊക്കെ ടൈം ബീങ് അപ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്പിലും IRB നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, അവരെ നമ്മൾ അറിയിക്കണം, ഒരു കോംപ്രമൈസിങ്ങും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ കഴിഞ്ഞു. ആൻഡ് ഫൈനലി നമ്മൾ പ്രൊജക്ട് സബ്മിഷൻ ആണ്. അതാണ് ലാസ്റ്റ് 8 സ്റ്റെപ്പ് പറഞ്ഞത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ is importance of research in pharmaceutical science. സോ ന്യൂ ഡ്രഗ് ഡെവലപ്പിംഗ്, ക്ലിനിക്കൽ ട്രയൽസ്, ഫാർമക്കോവിജിലൻസ്, ഹെൽത്ത് കെയർ ഇംപ്രൂവ്മെന്റ്. അതായത് ത്രൂ ഔട്ട് പറയുവാണെങ്കിൽ ഫാർമസിയിൽ തന്നെ ഒരു ഡ്രഗ് ഇറക്കുന്നതും അതിന്റെ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസും ഈവൻ ആ ഡ്രഗ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് റിസർച്ച് ആയിരിക്കും. സോ റിസർച്ച് ഗ്യാപ്പ് ഞാൻ പറഞ്ഞു. അതായത് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകും, ഏതെങ്കിലും പോയിന്റ് വെച്ചിട്ട് നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നില്ല, എപ്പോഴും ചോദിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഒരു റിസർച്ചിലൊക്കെ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എപ്പോഴും ആൾക്കാർ ചോദിക്കും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇത് എങ്ങനെ വന്നു. സോ ടൈപ്പ് ഓഫ് റിസർച്ച് ഗ്യാപ്പ് ഇൻ ലിറ്ററേച്ചർ റിവ്യൂവിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസർച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എവിഡൻസ് ഗ്യാപ്പ്. നോ എവിഡൻസ് ഓർ ഇൻസഫിഷ്യന്റ് എവിഡൻസ് ടു അഡ്രസ് ദ റിസർച്ച്. ഒന്നും പറയാൻ പറ്റില്ല, ഇത് വന്നത് ഇന്ന കാരണമാണ്. ഇപ്പം നമ്മൾ പറയില്ലേ ഈ ചില അസുഖങ്ങൾക്ക് എന്താണ് കാരണം നമുക്ക് പറയാൻ ഒക്കത്തില്ല പറയാം. അത് നമുക്ക് ഒരു പ്രയർ റിസർച്ച് വെച്ചിട്ട് പോലും നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. മിക്കവാറും ചോദ്യങ്ങൾ എറേസ് ചെയ്തുകൊണ്ടേയിരിക്കും. നോളജ് ഗ്യാപ്പ്, ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നിർബന്ധമില്ല. ചില കാര്യങ്ങൾ എത്തുമ്പോൾ ഹിൻഡറായി പോകും, നിന്നു പോകും. അപ്പം അങ്ങനെയും ഗ്യാപ്പ് ഉണ്ടാകാം. ഇനി പ്രാക്ടിക്കൽ നോളജ് കോൺഫ്ലിക്റ്റ് ഗ്യാപ്പ്. അപ്പം അതായത് ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഡീവിയേഷൻ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ തിയറിയിൽ പഠിക്കുന്ന രീതിയിൽ നമ്മൾ ലാബിൽ ടെസ്റ്റുകൾ ചെയ്ത് നടക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ചില സമയങ്ങളിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തിയറി സ്കില്ല് മാത്രം ഉണ്ടെങ്കിലും അത് നടക്കണം നിർബന്ധമില്ല. അപ്പോൾ പ്രാക്ടിക്കൽ നോളജ് കോൺഫ്ലിക്റ്റ് ഗ്യാപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മെത്തഡോളജിക്കൽ ഗ്യാപ്പ്, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെത്തഡോളജി അല്ല ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഗ്യാപ്പ് ഉണ്ടാകാം. എംപിരിക്കൽ ഗ്യാപ്പ്, അതായത് ഓൾസോ നോൺ ആസ് ഇവാലുവേഷൻ വോയിഡ് ഗ്യാപ്പ് എന്ന് പറയും.
relate to study conclusion that need experimental confirmation. സോ നമുക്ക് എക്സ്പെരിമെന്റൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റഡികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചിലതൊക്കെ ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴുണ്ടാവുന്നതാണ് എന്ത്, എംപിരിക്കൽ ഗ്യാപ്പ്. സോ നമുക്ക് ചില സമയത്ത് അത് ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ കൺഫർമേഷൻ ആവശ്യമാണ്. ഇനി തിയററ്റിക്കൽ ഗ്യാപ്പാണ്. ഇവിടെ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് എയർലെസ് റിസർച്ച്. സോ നമ്മൾ ഒന്ന് തിയറി വെച്ചിരിക്കുന്നു, പിന്നെ പണ്ടത്തെ റിസർച്ച്. ഇപ്പൊ ഒരു ഭാഗത്ത് നമ്മുടെ കയ്യിൽ തിയറി ഉണ്ട്, ഒരു ഭാഗത്ത് നമ്മുടെ തിയറി ഉണ്ട്, ഒരു ഭാഗത്ത് നമ്മുടെ പണ്ടത്തെ റിസർച്ച് ഉണ്ട്. അപ്പം രണ്ടും തമ്മിൽ അങ്ങോട്ട് ബന്ധം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. അതാണ് തിയററ്റിക്കൽ ഗ്യാപ്പ്. ഇനി പോപ്പുലേഷൻ ഗ്യാപ്പാണ്. ചില സർട്ടൻ പോപ്പുലേഷനിൽ അൺപ്രഡിക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറെസ്പോൺസീവ് ആവാറുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പണ്ടത്തെ റിസർച്ചുമായിട്ട് എന്താണ് നമുക്ക് അണ്ടർ റെപ്രസെന്റ് ആവാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഏജും എൻഡറും റേസും ഒക്കെ വെച്ചിട്ട് ഇപ്പൊ പണ്ട് 1900 ഉള്ള ആണുങ്ങളും അല്ലെങ്കിൽ 2020 ഉള്ള ആണുങ്ങളെ തമ്മിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരുന്നു. എന്തില്, ഇപ്പം വസ്ത്രധാരണം, അവരുടെ ഡെയിലി ലൈഫിലൊക്കെ വരുന്നു. ഇത് ഒരു ഗ്യാപ്പ് പോലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം. സോ നമ്മളൊരു റിസർച്ച് പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്? സോ ഐഡന്റിഫൈങ് എ ബ്രോഡ് ഏരിയ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പോർഷനിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റിസർച്ച് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഫോഴ്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഡിസെക്ട് ദ ബ്രോഡ് ഏരിയ ഇൻ ടു സബ് ഏരിയ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്യാം കേട്ടോ. HIV ക്യൂറിംഗ് ആണ് എൻ്റെ ടോപ്പിക് എന്ന് വെച്ചോളൂ. അപ്പോൾ HIV ക്യൂറിംഗ് ആണ് ഞാൻ സബ് ടോപ്പിക്കായിട്ട് സബ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് HIV ക്യൂറിംഗ് എന്ന് പറയുന്നത് ഒരു 18 മുതൽ 20 വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ എക്സ്പേർട്സിനെ നോക്കി, ലിറ്ററേച്ചറൊക്കെ നോക്കി ഞാൻ ആ ഒരു ഏരിയ എടുത്തു. ഇനി സ്പെസിഫിക് സബ് ഏരിയ. സോ നമുക്ക് ഏതാണോ നമ്മുടെ ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ തന്നെ നമുക്ക് HIV ഡ്രഗ്സ് തന്നെ പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. 10-20 മെക്കാനിസം ഓഫ് ആക്ഷൻസ് ഉണ്ട്, അല്ലെ? ARTകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മെക്കാനിസം എടുക്കാൻ പോവാണ്. അതായത് വൈറസ് ബോഡിയിൽ വന്നിട്ട് അതിൻ്റെ ഒരു എന്താണ്, നമ്മുടെ സ്ലീപ്പിംഗ് ഫേസ് കഴിഞ്ഞ് ആക്റ്റീവ് ആവുന്ന ഫേസിൽ എനിക്ക് അറസ്റ്റ് ചെയ്യണം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പോർഷൻ. സിമ്പിളായിട്ട് പറയുവാണേ. സോ റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പം ഈ വൈറസ് വന്നിട്ട് ഇത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്കതിനെ അപ്പം തന്നെ ഡിസ്ട്രക്ട് ചെയ്തുകൂടാം? അതാണ് എൻ്റെ റിസർച്ച് ക്വസ്റ്റ്യൻ. ഫോർമുലേറ്റ് ഒബ്ജക്റ്റീവ്സ്. സോ ഞാൻ ഈ സ്റ്റഡീസ് കൊണ്ട് മെയിൻ ഒബ്ജക്റ്റീവും ഒബ്ജക്റ്റീവ്സും ഉണ്ടാക്കി. എന്താണ്? HIV ക്യൂർ ചെയ്യുക, അത് ഇന്ന സമയത്ത് അത് വന്ന് ആ ഒരു സ്ലീപ്പിംഗ് ഫേസിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പറയുക. ഫീസിബിലിറ്റി നോക്കുക, ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അച്ചീവ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ കറന്റ് ഒരുപാട് സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പം പോസിബിൾ ആണോ എന്ന് വെച്ചാൽ 50-50 ആണ്. ഡബിൾ ചെക്ക് ചെയ്യുക, എൻ്റെ ഇൻട്രസ്റ്റ്, റിസോഴ്സ്, ഫീസിബിലിറ്റി, എനിക്ക് റിസോഴ്സ് ഉണ്ടോ, ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സോ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർച്ച് മെത്തേഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തഡോളജി നമ്മൾ എന്താണ് വ്യത്യാസം? മെത്തേഡ് റെഫേഴ്സ് ടു പ്രൊസീജിയർ ആൻഡ് ടെക്നിക് യൂസ് ഇൻ റിസർച്ച്. ഇപ്പോൾ എക്സാമ്പിൾ സർവേ, ഇന്റർവ്യൂ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു റിസർച്ചിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊസീജിയറും ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. മെത്തഡോളജി ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് മെത്തേഡ് യൂസിങ് ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ് ദ റിസർച്ച്. ഞാൻ ഏത് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു വീട് വെക്കാൻ പോവുകയാണെങ്കിൽ, വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അത് തറ കെട്ടണം, ജനാല വെക്കണം, ഓട് വാങ്ങണം, അല്ലെങ്കിൽ എന്താണ് ബാത്റൂമിലുള്ള ക്ലോസറ്റ് അതൊക്കെ മേടിക്കണം, കിച്ചണിലുള്ള സാധനങ്ങൾ മേടിക്കണം. ഇതാണ് മെത്തഡോളജി. ഓക്കെ. ഇനി ഞാൻ ഈ വീട് വെക്കുന്നത് കല്ല് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ചെയ്ത് ആ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ മെത്തേഡ്, പ്രോബ്ലം, റിസർച്ച് മെത്തഡോളജി, ഫൈൻഡ് സൊല്യൂഷൻ. സോ റിസർച്ചിൽ മെത്തഡോളജി ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, മെത്തേഡ്സ് ആണെങ്കിൽ പ്രോബ്ലത്തിനെ ഡിസ്കവർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ആൻഡ് റിസർച്ച് മെത്തഡോളജി ഈസ് ബ്രോഡർ, ഭയങ്കര ബ്രോഡർ ആണ്. റിസർച്ച് മെത്തേഡ്സ് ആർ സബ്സെറ്റ്സ്. റിസർച്ച് മെത്തേഡ്സ് അതിൻ്റെ സബ്സെറ്റ്സുകളാണ്. സോ മെത്തഡോളജി ഒരു റിസർച്ച് ഏത് രീതിയിൽ പോകണം, എങ്ങനെ എൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് റിസർച്ച് മെത്തഡോളജി ആണെന്നുള്ളതാണ്. സോ റിസർച്ച് പ്രോട്ടോകോൾ. സോ പേർപ്പസ് ഓഫ് പ്രോട്ടോകോൾ റൈറ്റിംഗ്. പ്രോട്ടോകോൾ എഴുതേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ്. സോ ക്ലാരിഫൈങ് റിസർച്ച് ക്വസ്റ്റ്യൻ, ഫോർമുലേറ്റിംഗ് ഹൈപ്പോതെസിസ് ഒബ്ജക്റ്റീവ്, decide study design, obtain ethical clearance, apply to funding, providing a guidelines for research team. സോ ഒരു പ്രോട്ടോകോള് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പ്രോട്ടോകോള് നമ്മൾ എടുക്കേണ്ട ആവശ്യം എന്താണ്? അതായത് എപ്പോഴും ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. ഒരു ഫിൽട്രേഷൻ വേണ്ടി വന്നാൽ പോലും ആ സമയത്ത് ഗ്യാപ്പൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിരിക്കണം.
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിസർച്ച് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു SOP എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലെ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് പ്രോട്ടോകോൾ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് വൺ ഈസ് ടൈറ്റിൽ. സിമ്പിൾ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല, വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അബ്സ്ട്രാക്ട് ഒരു സമ്മറി, റിസർച്ച് പ്രോബ്ലത്തിന്റെ ഓവർവ്യൂ, മെത്തഡോളജി, പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, റിസർച്ച് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ലിറ്ററേച്ചർ റിവ്യൂ. നമ്മൾ എടുത്ത ലിറ്ററേച്ചർ ഏതാണ്, പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം, ഗ്യാപ്പ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ, അപ്പം നമുക്ക് ഭയങ്കര എളുപ്പമാണ്, അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. എയിംസ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ഹൈപ്പോത്തിസിസ്, ഈവൻ നൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ. ആൻഡ് മെത്തഡോളജി, സ്റ്റഡി ഡിസൈൻ, സ്റ്റഡി സെറ്റിംഗ്, ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സ്റ്റഡി പോപ്പുലേഷൻ, ഏത് ആൾക്കാരിലാണ് ചെയ്യാൻ പോകുന്നത്, ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ, എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, ആരെയൊക്കെ ഉൾപ്പെടുത്തുന്നു ആരെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത്. സാമ്പിളിംഗ്, അതായത് നമ്മൾ ലൈക്ക് ഏതാണ് ടൈപ്പ് ഓഫ്, നേരത്തെ പറഞ്ഞതുപോലെ പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഒക്കെ പറഞ്ഞില്ലേ, ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ്. സാമ്പിൾ സൈസ് കാൽക്കുലേഷൻ നമ്മൾ ഉറപ്പായിട്ടും കാൽക്കുലേറ്റ് ചെയ്യണം. കാര്യം നമുക്ക് ഇത്ര നമ്പേഴ്സ് വേണ്ട സാമ്പിൾസിൽ, അല്ലാതെ വെറുതെ നമുക്ക് തോന്നുന്ന നമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല അല്ലേ. ആൻഡ് വാരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യണം, ഡിപ്പെൻഡ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേരിയബിൾ ആണോ, കോമ്പൗണ്ടേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഇന്റർവെൻഷൻസും, ബേസിക്കലി നമ്മൾ ഇവിടെ ഇന്റർവെൻഷൻസ് എല്ലാം എക്സ്പ്ലെയിൻ ആണ്. ഡ്രഗ്സ് ആണോ, ഡിവൈസ് ആണോ, പ്രൊസീജിയർ ആണോ, ഡോസ്, ഫ്രീക്വൻസി, മാനുഫാക്ചറിംഗ് ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയണം. മെഷർമെന്റ് ഓർ ഡേറ്റ കളക്ഷൻ, ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്, വാലിഡിറ്റി, റിലയബിലിറ്റി, ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വെയിങ് മെഷീൻ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ കാലിബറിറ്റി അല്ലെങ്കിൽ കാലിബർ ചെയ്തിട്ടുള്ള സമയം, അതിന്റെ എക്സ്പയർ ഡേറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഡേറ്റ മാനേജ്മെന്റ്, സ്റ്റാറ്റിക് അനാലിസിസ് പറയണ്ടല്ലോ. ടാബ്ലാസ്, കോൺഫിഡൻഷ്യാലിറ്റി, ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, ആൻഡ് ടൈം ലൈൻ, നമ്മൾ എത്ര നേരം കൊണ്ട്, എത്ര സമയം കൊണ്ട് നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് എത്തിക്കൽ ലീഗൽ കൺസിഡറേഷൻ, ബഡ്ജറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ്. ബേസിക്കലി ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്, ലാസ്റ്റ് റിസൾട്ട് ഡേറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് റെഫറൻസ് ആൻഡ് നെക്സ്റ്റ്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടതെന്നും റിസർച്ചിന്റെ സ്റ്റെപ്സും ഉണ്ട്. അത് തന്നെ അതിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ ആണ് ഈ പ്രോട്ടോകോളും. അത് നമ്മളൊരു മിനി റിസർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. റിസർച്ചിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രീ സംഭവം കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, ഒന്നുമില്ല. സോ ഇത് എത്തിക്സ് ആണ്. ഓൾഡ് നമ്മൾ റിസർച്ച് എത്തിക്സിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അവിടെയാണ് ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി ഒക്കെ ആവശ്യമായിട്ടുള്ളത്. എപ്പോഴും നമ്മൾ റിഫൈൻഡ് ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം, ബയാസ്ഡ് ആകാൻ പാടില്ല, ബെനിഫിഷ്യബിൾ ആയിരിക്കണം, ആൻഡ് ജസ്റ്റിസ് എപ്പോഴും ഉണ്ടായിരിക്കണം, ആൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ റെസ്പെക്ട് ചെയ്യണം. മറ്റുള്ള ആളുടെ വർക്ക് എടുത്ത് വെക്കരുത്. പാരാഫേസ് ചെയ്ത് വെക്കുന്ന ടീമുണ്ട്, ഞാനൊക്കെ അങ്ങനെ ചെയ്ത ടീം കേട്ടോ. ഞങ്ങൾ കേഡ്സിൽ ഞങ്ങൾ അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ പാരാഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യാനൊന്നും പാടില്ല. ഇനി നെക്സ്റ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ്, IRB. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ഇവരാണ് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന പ്രോപ്പർ ആണോ, സേഫ്റ്റി എല്ലാം നമ്മൾ ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈവൻ ഹ്യൂമന് പോലും, അത് ഹ്യൂമനൊക്കെ ആണെങ്കിൽ ഹ്യൂമൻ എത്തിക്കൽ കമ്മിറ്റി, ആനിമൽ എത്തിക്കൽ കമ്മിറ്റി അപ്രൂവലൊക്കെ വേണം കേട്ടോ. ലോക്കൽ ബോഡിയുടെ അപ്രൂവലൊക്കെ വേണം, അല്ല നമുക്ക് വെറുതെ ഒന്നും ഇപ്പോൾ ഒരു റിസർച്ച് ഒന്നും ചെയ്യാനൊക്കെ നോക്കത്തില്ല. സോ IRB ആണ് നമ്മൾ എത്തിക്കൽ അപ്രൂവൽ ഓഫ് റിസർച്ച് ഒക്കെ എൻഷുർ ചെയ്യുന്നത്. ആവശ്യമായ ഡോക്യുമെന്റ് ലൈക്ക് ട്രയൽ പ്രോട്ടോകോൾസ്, കൺസെന്റ് ഫോം, റിക്രൂട്ടിംഗ് പ്രൊസീജിയേഴ്സ്, ഇൻവെസ്റ്റിഗേറ്റീവ് ക്രെഡൻഷ്യൽസ് ഒക്കെ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഏതൊരു റിസർച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഒരു അപ്രൂവിംഗ് അതോറിറ്റി ഉണ്ടാവും. ഈ അപ്രൂവിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ബോർഡാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് ഉണ്ടാവും, എത്തിക്കൽ കമ്മിറ്റീസ് ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും ഒരു EC എന്ന് പറയും, എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയും കേട്ടോ. അവർ അപ്രൂവ് ചെയ്യണം. നമ്മൾ എപ്പോഴും നോട്ടിഫൈ ചെയ്യണം നമ്മൾ എന്താ ചെയ്യുന്നത്. കാരണം നമുക്ക് തോന്നിയ രീതി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന ഒരാൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കേണ്ട ആവശ്യമാണ്. സോ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, IRB അപ്രൂവലോടെയാണ് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യാൻ പറ്റണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോട്ടിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടെന്നുള്ളതാണ്. റോൾ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗം എന്താ? ഫാർമസി പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൂട്ടാൻ പറ്റും. ടൈപ്പ് ഓഫ് ഫാർമസി റിസർച്ച് ഏതൊക്കെയാണ്? ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച്, പുതിയ ഡ്രഗ് ഫോർമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലൊക്കെ പുതിയ ഡെവലപ്മെന്റ് കൊണ്ടുവന്നാൽ ദാറ്റ്സ് കോൾഡ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച്. ക്ലിനിക്കൽ റിസർച്ച് ആണെങ്കിലോ ഇവാലുവേറ്റ് തെറാപ്യൂട്ടിക് ഔട്ട്കം ആൻഡ് ഡ്രഗ് റെജിമെൻ. പുതിയൊരു ഡ്രഗ് റെജിമെൻ ഞാൻ കൊണ്ടുവരിക, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതി ചെയ്യാം, അങ്ങനെയും ചെയ്യാം.
സോ റിസർച്ചിന്റെ കരിയേഴ്സ് പറയുവാണെങ്കിൽ അക്കാഡമിയ, അതായത് നമുക്ക് ബേസിക്കലി ഫാർമസി, മെഡിക്കൽ കോളേജിലൊക്കെ ഫാക്കൽറ്റി പൊസിഷൻസ് ഉണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഓൾറെഡി PhD ചെയ്യുന്ന സാറുമാരെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടായിരിക്കും. സോ കൊളാബറേറ്റീവ് റിസർച്ച് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും റിക്വയർഡ് ഡിഗ്രി FARMD, PhD ഓർ ഫെലോഷിപ്പ് ട്രെയിനിങ് അത്യാവശ്യമാണ്. സോ കരിയർ പറയുവാണെങ്കിൽ കേട്ടോ, അതായത് ഇപ്പോൾ ഒരു നമുക്കറിയാം HOD അല്ലെങ്കിൽ പ്രൊഫസർ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മിക്കവാറൊക്കെ PhD അല്ലെങ്കിൽ FARMD ഫെലോഷിപ്പ് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊളാബറേറ്റീവ് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ ക്വാളിഫിക്കേഷൻ വേണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കേട്ടോ. സോ ഇനി കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻ CROS ആണ്. പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യുക, സാമ്പിൾ അനാലിസിസ്, പിന്നെ ഡേറ്റ പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്നത് അവരായിരിക്കും. സോ നമുക്ക് പ്രൈവറ്റ് ആയിട്ടും ചെയ്യാം. ലൈക്ക് ഇത് കരിയേഴ്സ് ആണ്. ഇത് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അധികം എക്സ്ട്രാ ടോപ്പിക്കാണ് കേട്ടോ. ഇനി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് ആണ്. നമുക്ക് ഹെൽത്ത് കെയറിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് നടത്താറുണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റ് ഫോക്കസ് നടത്താറുണ്ട്. ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അറിയാമല്ലോ, നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റും ഡ്രഗ് ഡെവലപ്മെന്റും ഒക്കെ വരുന്ന ഇൻഡസ്ട്രിയിലാണ്. ആൻഡ് ഗവൺമെന്റ് റിസർച്ച് ലൈക്ക് FDA, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ചേർന്നിട്ട് ഒരുപാട് ഏജൻസീസൊക്കെ ഗവൺമെന്റ് റിസർച്ചുകൾ ചെയ്യാറുണ്ട്. സോ എൻട്രി ലെവൽ പൊസിഷൻ എന്ന് വെച്ചാൽ FARMD അല്ലെങ്കിൽ റെസിഡൻസി ട്രെയിനിങ് ഒക്കെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഗവൺമെന്റ് റിസർച്ചിൽ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഇതൊക്കെ സിമ്പിൾ ടോപ്പിക്കാണ്, ഇതൊന്നുമില്ല, ഇതൊക്കെ എക്സ്ട്രാ ടോപ്പിക്കാണ്. ചുമ്മാ നിങ്ങൾക്ക് വായിച്ചു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുക, നമുക്ക് പ്രോപ്പറായിട്ട് ഒരു റിസർച്ച് എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന പറഞ്ഞു തരുന്നൊരു ടോപ്പിക്കാണ്. നന്നായിട്ട് കേൾക്കുക, ക്ലാസ് കേൾക്കുക, വായിക്കുക. ഒറ്റ വായില് നമുക്ക് യൂണിറ്റ് 1 ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.